ബിസിനസിന്റെ ടെൻഷനിടയിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് എന്നും എനിക്കൊരു ലോങ് ഡ്രൈവ് ആണ്. യാത്രകളിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നും എൻ്റെ കൂടെ ഇവനുണ്ടാവും. എത്ര ദൂരെ പോയാലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ ആശയങ്ങളും ഞാൻ എന്നും കുട്ടികളായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു കാർ ഉണ്ടാക്കാൻ നമുക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മാത്രം മതിയോ? പോരാ. ഒരു കാറിൽ ഒരുപാട് കോമ്പിനേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി, ഒരു വണ്ടിയുടെ ചേസിസ് സ്ട്രെസ്സും വൈബ്രേഷനൊക്കെ എത്രമാത്രം വിസ്റ്റാൻഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കി ഒരു വണ്ടിക്ക് ഒരു നല്ല സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ വണ്ടിയുടെ എൻജിൻ മാനുഫാക്ചർ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് വെയിറ്റ്, മെറ്റീരിയൽ ക്വാളിറ്റി ഇതെല്ലാം ഒരു ഫാക്ടറാണ്. സോ ആപ്റ്റ് ആയിട്ടുള്ള അലോയ്സ് ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് സിസ്റ്റം, ബ്രേക്ക് സിസ്റ്റം, ഹൈഡ്രോളിക് സിസ്റ്റം, ഗിയർ സിസ്റ്റം ഇതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത്ര നേരം പറഞ്ഞതൊക്കെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആരും ശ്രദ്ധിക്കാത്തതോ ചിന്തിക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു കാർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗിനുള്ള റോൾ. നമ്മുടെ കാറിന്റെ ബമ്പർ, അതുപോലെ ഡാഷ്ബോർഡ്, പിന്നെ സം പാർട്സ് ഓഫ് ബോഡി പാനൽസ് ഇതെല്ലാം പോളിമർ കോമ്പോസിറ്റ് ആണ്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതും കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഒപ്റ്റിമൈസ്ഡ് ഫ്ലൂയിഡ് ഫോർ ദ കൂളിംഗ് സിസ്റ്റം, ഫോർ ദി എൻജിൻ, അതുപോലെ എയർ കണ്ടീഷനിങ്, പിന്നെ അത് മാത്രമല്ല നമ്മുടെ എൻജിൻ റൺ ചെയ്യാൻ വേണ്ട ലൂബ്രിക്കൻസ്, കൂളന്റ് ഇതെല്ലാം കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയറിംഗിന് തന്നെ ഒരുപാട് റോൾ ഉണ്ട് ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്നത്. പവർ പ്ലാന്റ്, അതായത് ഈ വണ്ടിയുടെ എൻജിനിൽ നിന്നും ഓൾട്ടർനേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഈ വണ്ടിക്ക് വേണ്ട കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ എനർജിയും ജനറേറ്റ് ചെയ്യുന്നത്. ജനറേറ്റ് ചെയ്ത ഇലക്ട്രിക് എനർജി, അതായത് വോൾട്ടേജ് ഫ്ലോ ചെയ്യിപ്പിക്കാൻ ഇലക്ട്രിക്കൽ സിസ്റ്റവും ഈ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ ഇലക്ട്രോണിക് സിസ്റ്റവുമാണ് നമുക്ക് വേണ്ടത്. ബാറ്ററീസ്, സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, ഇലക്ട്രിക് മോട്ടോഴ്സ്, പിന്നെ നമ്മുടെ വണ്ടിയുടെ ഇൻഫോടൈം സിസ്റ്റം, ഡിജിറ്റൽ ക്ലസ്റ്റർ, ലൈറ്റ് സിസ്റ്റം, ഇങ്ങനെ ഒരു കാറിന് വേണ്ട എല്ലാ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് നീഡ്സും ഡിസൈൻ ചെയ്യുന്നതും മാനുഫാക്ചറിങ് ആൻഡ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറെ സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്താണ് പഠിക്കുന്നത്. ഇവിടെ ഐ ആം കൺക്ലൂഡിംഗ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മേജർ സ്ട്രീമുകൾ എഞ്ചിനീയറിംഗിൽ പഠിച്ചവർക്കും ഈ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ പ്രൊഡക്ഷനിൽ ഭാഗമാകാൻ പറ്റും. കാരണം ഓരോ കമ്പനീസിന്റെ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് കമ്പൈൻ ചെയ്ത് അസംബിൾ ചെയ്താണ് ഓരോ കാർസും പ്രൊഡക്ഷൻ ചെയ്യുന്നത്. മെക്കട്രോണിക്സ്, റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് എല്ലാം ഇന്നത്തെ കാലത്ത് കാർ ഡെവലപ്മെന്റിന് ഒരു മേജർ റോൾ തന്നെ വഹിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഓട്ടോ പൈലറ്റിംഗ്, ക്രൂയിസ് കൺട്രോൾ, അഡാസ് ഒക്കെ ഇന്നത്തെ കാലത്തുള്ള ഡ്രൈവ് ബൈ വയർ സിസ്റ്റം കോൺസെപ്റ്റ് ആണ്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോണിക്സിന്റെ സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടു കൂടിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഇന്നത്തെ കാറുകളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇന്നത്തെ കാറുകളിൽ ഉണ്ടാവുന്ന സ്നാഗുകളെ ഡയഗ്നോസിസ് ചെയ്യുന്നത് പോലും സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടു കൂടിയാണ്. ഈ എയർ ബാഗ്, സീറ്റ് ബെൽറ്റ്, ക്രംബിൾ സോൺ, അതുപോലെ ക്രാഷ് അനാലിസിസ്, ഈ ഗ്ലോബൽ എൻകാപ്പ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? സോ ഇതെല്ലാം സേഫ്റ്റി എഞ്ചിനീയറിംഗിന്റെ ഭാഗവുമാണ്. ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സുകൾ ചേർത്തിട്ടാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും നേരം നിങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കാം. പുതിയ യാത്രയിൽ പുതിയ അറിവുകളുമായി ഇനിയും കാണാം.